ഈ റെഗുലറായിട്ട് ഉണ്ടാക്കുന്ന സാലഡ്സ് കഴിച്ചിട്ട് മടുത്തിരിക്കുകയാണെങ്കിൽ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നല്ലൊരു കോൾഡ് ചിക്കൻ പാസ്ത സാലഡ് തയ്യാറാക്കാം. ഇത് വളരെ എളുപ്പമാണെന്ന് ഞാൻ പറയണില്ല, പക്ഷേങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കൊരു പാർട്ടികളിലൊക്കെ വിളമ്പാനും അടിപൊളിയാണ്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് കക്കിരി എടുത്തിട്ടുണ്ട്, പിന്നെ ലെറ്റസ് ഒക്കെ 1 കപ്പ് എടുത്തിരിക്കുന്നത് കേട്ടോ. 1 കപ്പ് മാങ്ങ ചെറുതായിട്ട് അരിഞ്ഞത്, അതുപോലെ ഒരു തക്കാളി, ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ പൈനാപ്പിൾ ഞാൻ 2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഒക്കെ എടുക്കാം. ഇത് ഹാലപ്പിനോ കേട്ടോ, മുളക് നല്ല ഉപ്പിലിട്ടത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു ബൗൾ പാസ്ത എടുത്തിരിക്കുന്നത്, ഇത് ഉപ്പിട്ട് വേവിച്ച പാസ്തയാണ്. ഇതിന് പകരം നിങ്ങൾക്ക് മാക്രോണി വേണമെങ്കിൽ അത് യൂസ് ചെയ്യാം. പിന്നെ നമുക്ക് ചിക്കൻ വേണം. ബോയിൽ ചെയ്ത ചിക്കനാണ് ഞാൻ സാധാരണ എടുക്കല്, പക്ഷേ എൻ്റെ അടുത്തൊരു പെപ്പർ അൽഫാമിൻ്റെ ബാക്കി പീസ് ഉള്ളതുകൊണ്ട് അത് കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. അതാ ഇങ്ങനെ. അപ്പോൾ ഞാൻ എക്സ്ട്രാ പെപ്പറൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല, ഇത് വെച്ചിട്ട് തന്നെ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാം. ഇനി സാലഡ് ഡ്രസ്സിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് 1 കപ്പ് ഗ്രീക്ക് യോഗട്ട് എടുത്തു. ഇത് മിൽക്കി മിസ്റ്റിൻ്റെ ഗ്രീക്ക് യോഗട്ട് സീരിയലാണ് കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ടെക്സ്ചർ. പിന്നെ നമുക്കൊരു 1/4 കപ്പ് മയണൈസ് വേണം. ഇത് 1/4 കപ്പോ 1/2 കപ്പോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കുക. പിന്നെ ഒരു ടേബിൾ സ്പൂൺ മസ്റ്റർഡ് സോസ് വേണം. അതിൻ്റെ ബോട്ടിൽ തുറക്കാൻ വേണ്ടിയിട്ട് നോക്കിയത് കൈ നന്നായിട്ടൊന്ന് മുറിഞ്ഞു കേട്ടോ. കുഴപ്പമില്ല, ഇതൊക്കെ പതിവാണ്. അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മസ്റ്റർഡ് സോസ് ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി, നിർബന്ധമില്ല. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഹണി ചേർത്ത് കൊടുക്കുക. ഇത് ഓപ്ഷണലാണ്. കുറച്ച് സ്വീറ്റ്നെസ് കൂടുതൽ ഇഷ്ടമെന്നുണ്ടെങ്കിൽ നമുക്കത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഉപ്പും കുരുമുളകും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പം ചേർത്തിട്ടില്ല, ഞാൻ പറഞ്ഞല്ലോ പെപ്പർ അൽഫാം. അപ്പോൾ ഈ ഒരു മിക്സ് നമ്മുടെ സാലഡിലേക്ക് ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അതാണ് നെക്സ്റ്റ് പരിപാടി. പിന്നെ ഇത് കോൾഡായിട്ട് സെർവ് ചെയ്യുന്നൊരു പാസ്ത സാലഡാണ് കേട്ടോ. സോ ഫ്രിഡ്ജിൽ വെച്ച് കുറച്ചൊന്ന് തണുപ്പിച്ചിട്ടൊക്കെ കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരിക. ആക്ച്വലി നമ്മളിത് ഇങ്ങനെയല്ല മിക്സ് ചെയ്യണ്ടേ, നമ്മൾ 2 സ്പൂൺ യൂസ് ചെയ്തിട്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കിട്ടും. ഇല്ലെങ്കിൽ ഒരു ചരുവത്തിലിട്ട് നന്നായിട്ടൊരു ചട്ടുകം വെച്ച് ഇളക്കിയാലും മതി. അപ്പം ഇതാണ് നമ്മുടെ സാലഡ്. ഇനി ഇത് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമ്മൾ സെർവ് ചെയ്യുക. വീട്ടിൽ ചെറിയ പാർട്ടികളൊക്കെ വരുമ്പോൾ ഈ ഒരു സാലഡൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നിങ്ങൾ. ഇല്ലെങ്കിൽ നോർമൽ ഡേയ്സിൽ നമുക്ക് തയ്യാറാക്കി ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് 1-2 ദിവസമൊക്കെ ഉപയോഗിക്കാം കേട്ടോ. സംഭവം നല്ല ടേസ്റ്റിയാണ്. ഞാൻ പറഞ്ഞില്ല, നന്നായിട്ട് മിക്സായി അന്നതൊന്ന് തണുത്ത് വരുമ്പോഴാണ് അതിൻ്റെ ആ ഒരു ഫ്ലേവർ മൊത്തം ഇങ്ങനെ ഇറങ്ങുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടിയും കുറച്ചും ഇൻഗ്രീഡിയൻസ് കൂടുതൽ ആഡ് ചെയ്തൊക്കെ തയ്യാറാക്കാം. സോ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കാം. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.